ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഞ്ഞിവെള്ളമാണ്, നല്ല മട്ടയരിയുടെ കഞ്ഞിവെള്ളം, പിന്നെ നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചത്, പിന്നെ ഒരു 4 വറ്റൽമുളക്, 6 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വാളൻപുളി നമ്മൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി. അപ്പം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരല്പം ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഒരു 6 കഷ്ണം ചെറിയുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 4 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി മുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. ഒരല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച പരിപ്പാണിത്. നന്നായിട്ട് ഉടച്ചെടുത്ത പരിപ്പാണിത്. അപ്പോൾ ആ പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ മുളക് പൊടി ഇതും കൂടെ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് മുളക് പൊടിക്കകത്തെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പരിപ്പിൽ നമ്മളൊരല്പം ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പിഴുപുളിയാണ്. അത് പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിനകത്ത് നമ്മൾ നാരങ്ങ വലിപ്പത്തിൽ വെള്ളത്തിലിട്ടിരുന്നല്ലോ, അപ്പം അത് പിഴിഞ്ഞ് പുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് ചേർത്തു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ മട്ടയരിയുടെ കഞ്ഞിവെള്ളമാണ്. ഒരു 2 കപ്പ് കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ട് തിളച്ച് ഒരല്പം ഒന്ന് കുറുകി വരണം. ഈ കറി ഒരുപാട് വെള്ളം പോലെ കിടക്കരുത്. ഇച്ചിരി ഒരു കുറുകിയ ചാറോട് കൂടിയാണ് നമ്മൾ ഈ കറി സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാൻ. പാകത്തിന് ഉപ്പൊക്കെ നോക്കണം. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം ചേർത്ത ഈ കറിക്ക്. നമുക്ക് കറി വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റേറിയൻകാർക്കൊക്കെ ഈ കറിയോ ഒരല്പം അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാം. ഈ ചട്ടിയുടെ ചൂടിലിരുന്ന് ഒന്നുകൂടി ഈ കറി ഒന്ന് കുറുകി വരും. അപ്പം നല്ല ടേസ്റ്റാണ് ചോറിലൊഴിച്ച് കഴിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.